ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിലെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ അനിയാണെങ്കിൽ മദ്യപിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നന്ദു ചെക്കിങ് നടത്തുന്ന റോഡിലോട്ട് പോവുകയാണ്. അങ്ങനെ നന്ദുവിനാണെങ്കിലും അത് മറ്റുള്ള പോലീസുകാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് വലിയൊരു നാണക്കേടാവുകയാണ്. പിന്നെ നന്ദു ഒന്നും നോക്കിയില്ല, നേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് തന്നെ അനിയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനി നല്ല ലഹരിയിലായതുകൊണ്ട് തന്നെ നന്ദു പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീരാൻ കാരണം നീ തന്നെയാണെന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ നന്ദുവിനോട് സംസാരിക്കുകയാണ്. അവസാനം നന്ദു സഹകരിച്ചിട്ടാണെങ്കിലും ആദർശിനെയും നയനയെയും വിളിച്ചിട്ട് അനിയെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അനി ഈ ഒരു അവസ്ഥയിൽ അനന്തപുരിയിലോട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ആവുകയാണ് കേട്ടോ. അതായത് ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അവിടെ ദേവയാനും ജയനും അവിടെ ഉണ്ടായിരുന്നു. അവരിതൊക്കെ കണ്ടിട്ട് ആകെ ടെൻഷനായിട്ട് അനിയോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ ഇത് എന്തുമാത്രം വലിയൊരു പ്രശ്നമാകും എന്നുള്ളതൊക്കെ നിനക്കറിയാവോ അനി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവയാനി. പക്ഷെ അതൊന്നും നമ്മുടെ അനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം അനി നല്ല ഫിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ജയനാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ട്, ദേവയാനി നീ ഇപ്പം എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല, അവൻ നല്ല ഫിറ്റിലാണ്. അതുകൊണ്ട് ആദർശിനോട് പറയുകയാണ്, എടാ മോനെ നീ ഇവനെ കൊണ്ട് റൂമിലാക്ക്, ഇനിയിപ്പം ഇതാരും അറിയണ്ട, എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ രാവിലെ തന്നെ അവനോട് പറയാന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആദർശാണെങ്കിലും അനുവിനെ കൊണ്ടുപോയി റൂമിൽ കിടത്തുകയാണ്. എന്നിട്ട് ദേവയാനിയും നയനയും കൂടെ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനോട് മോള് പറയണം, ഒരിക്കലും മനിയുടെ ഈ ഭീഷണിക്കൊന്നും വഴങ്ങരുതെന്ന്, അവർ തമ്മിലുള്ള ജീവിതം അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നയനയാണെങ്കിലും പറയുന്നുണ്ട്, അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അമ്മേ, നമ്മൾ പറയുന്നതൊക്കെ നന്ദു കേൾക്കുന്നുണ്ട്, പക്ഷെ അനിയാണ് അവളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മനിയുടെ ഈ പോക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവരാകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് അനിയാണെങ്കിലും ആകെപ്പാടെ വിഷമിച്ച് വല്ലാത്ത അവസ്ഥയിൽ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, നീ എന്താ അനുസരിക്കാത്തത്, നിന്റെ ആരാ ഞാനെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ അതെന്താ വല്യമ്മ അങ്ങനെ ചോദിച്ചേ, എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് വല്യമ്മയും എനിക്ക്, രണ്ടുപേരും എനിക്ക് ഒരുപോലെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനിയും പറയുകയാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, ഓഹോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ നിനക്കിട്ടൊന്ന് തന്നത് നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, അന്നും നീ നന്ദുവിനെ കാണാൻ പോയതിന്റെ പേരിലാണ് ഞാൻ നിന്നെ തല്ലിയത്. ഇപ്പം നീ ഒരു ഭർത്താവാണ്, ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് നീ ഇപ്പം ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കുന്നു. നിന്റെ വിചാരം എന്താടാ, നിന്റെ മുത്തച്ഛൻ ആരാണെന്ന് നിനക്കറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാവിടാ. അനന്തമൂർത്തി, ഈ നാട്ടിലുള്ള എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ നിലയ്ക്ക് ഒരു സൽപ്പേരുണ്ടാക്കിയെടുത്തെന്നുള്ളത് നിനക്കറിയാവോ? അല്ലെങ്കിൽ നിനക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തെ മുഷിപ്പിക്കാതെ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം അച്ഛനെ പോലെ ഞങ്ങൾ സ്നേഹിക്കുന്നത്. നിന്നെയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. ഈ നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ കണ്ടാൽ പേടിച്ച് മാറി നിൽക്കും. ആ സ്ഥലത്താണ് നീ മദ്യപിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നത്. അതുമാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നിനക്കിതിനൊക്കെ എങ്ങനെയാടാ കഴിയുന്നേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്. അനി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചാൽ നന്ദു ഫോൺ എടുക്കാറില്ല വല്യമ്മേ, എന്നെ കാണാനും കൂട്ടാക്കാറില്ല. അതുകൊണ്ടാണ്, ആ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കാണണമെന്ന് തോന്നി. അപ്പം ദേവയാനി ഉടനെ തന്നെ പറയുന്നുണ്ട്, മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നന്ദു ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്. അവൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവളുടെ പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടികളെ നോക്കിയാൽ തന്നെ അവരൊക്കെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ചാടി ഓരോ തലവേദനയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആ ഒരു സമയത്താണ് നന്ദു കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് തന്നെ ഈ നിലയ്ക്ക് എത്തിപ്പെട്ടത്. അവൾ ആഗ്രഹിച്ച ഒരു ജോലി നേടിയെടുത്തത്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എസ് ഐ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മോനെ അവൾ ഈ നിലയ്ക്ക് എത്തിയത്. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഈ കാലത്ത് കാണാൻ പോലും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അതുകൊണ്ടാ വല്യമ്മേ ഞാനും അവളെ തന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചത്. വല്യമ്മയ്ക്ക് അറിയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു പെൺകുട്ടിയെ പോലും സ്നേഹിച്ചിട്ടില്ല. വല്യമ്മ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത്, അവളെപ്പോലൊരു പെൺകുട്ടിയെ കണ്ടുകിട്ടാൻ പാടാണെന്നുള്ള കാര്യം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അവൾ ഒരിക്കലും അനാമിയെപ്പോലെ ഒരു പെൺകുട്ടി അല്ല. അനാമിയയ്ക്കും ഈ നന്ദുവിൻ്റെ അതേ പ്രായം തന്നെയല്ലേ, എന്നിട്ട് അവൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ വല്യമ്മ കാണുന്നില്ലേ? കണ്ടവന്മാരുടെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടക്കുകയല്ലേ അവള്. എന്നിട്ട് ഈ കുടുംബത്തിന്റെ പേര് കളയാനായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിയേക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ നന്ദു എത്രമാത്രം നല്ലവളാണെന്നുള്ള കാര്യം. അവൾ എന്ത് ഭംഗിയായിട്ട് അവളുടെ ജോലികളൊക്കെ ചെയ്യുന്നത്. അവളുടെ കൂട്ടുകാരെ ആണുങ്ങൾ മാത്രമാണ്.
പക്ഷെ ഇന്ന് വരെ അവളെപ്പറ്റി ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ച് വല്യമ്മ കേട്ടിട്ടുണ്ടോ? അതാണ് എൻ്റെ നന്ദുവിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവാനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും ഇവൻ്റെ തലയിൽ കയറിയല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവാനി ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ദേവാനി പറയുന്നുണ്ട്, ദേ അനി, എൻ്റെ ഇന്ന് അടുത്ത തല്ല് നീ മേടിക്കരുത്. നന്ദു ഒരിക്കലും നിനക്ക് പറ്റിയ പെൺകുട്ടിയെ അല്ല. അവളുടെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണ്. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ നോക്കിക്കോ, അല്ലെങ്കിൽ അവൾ ഇനിയും വെച്ചടി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അനി പറയുന്നുണ്ട്, അത് വല്യമ്മ പറയാതെ തന്നെ എനിക്കറിയാം. അതിനുള്ള കഴിവും അവൾക്കുണ്ട്. അതുപോലെ തന്നെ അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നല്ലൊരു ഭർത്താവായിട്ട് ഞാനും അവളുടെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ അനി ഭ്രാന്ത് പിടിച്ചോ? നീ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ്. അക്കാര്യം നീ മറന്നു പോവുകയാണോ? നീ എന്താ അവളെ ഒരു ഭാര്യയായിട്ട് കണക്ക് കൂട്ടാത്തത്? നീ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അനിയാണെങ്കിലും പറയുന്നുണ്ട്, വല്യമ്മ തന്നെയല്ലേ പറഞ്ഞത് അവളുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന്. ആ സ്ഥലം കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ അവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ളത്. തന്നെയുമല്ല, ആ മാലമോഷണത്തിന് പിന്നിലും അവർ തന്നെയാണെന്നുള്ളത് തെളിഞ്ഞില്ലേ? ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കത്തില്ലേ അവളും അവളുടെ വീട്ടുകാരും എത്രമാത്രം ഫ്രോഡാണെന്നുള്ള കാര്യം? അവളൊന്നുമില്ലാത്ത വീട്ടിലെ കുട്ടിയാണെങ്കിലും എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു വല്യമ്മേ. ഞാൻ അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പക്ഷെ അവളുടെ സ്വഭാവം ശരിയല്ല. അവള് വേറെന്തൊക്കെയോ ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് എൻ്റെ കൂടെ കൂടിയേക്കുന്നത്. അല്ലെങ്കിൽ പാർക്കിലും മറ്റും കണ്ടവന്മാരുടെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ? എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമില്ല വല്യമ്മേ. ഇങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ ഒരു റൂമിൽ കഴിയേണ്ടി വരുന്നത് തന്നെ എൻ്റെ ഗതികേടാ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ എൻ്റെ വിഷമങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ നന്ദുവിനെ മറക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനുശേഷം എൻ്റെ നന്ദുവിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനു മുമ്പ് അവളെ ആരെങ്കിലും കല്യാണം കഴിപ്പിച്ച് അയക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ അനി. ഇത് കേൾക്കുമ്പോഴേക്കും ദേവാനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ദേവാനി അനിയെ അടിക്കാനായിട്ട് പോവുകയാണ്. നീ ഇപ്പം എന്താടാ പറഞ്ഞത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അനിയാണെങ്കിലും പറയുന്നുണ്ട്, അല്ല വല്യമ്മേ, ഞാൻ പറയുകയായിരുന്നു എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നന്ദു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ. അതൊക്കെ വല്യമ്മയ്ക്ക് അറിയാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനിയാണെങ്കിലും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. ദേവയാനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ഈ ഒരു സംഭവം. ആ ഒരു സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, വല്യമ്മ അറിയില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയോ. ഈ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യമ്മയ്ക്കും എല്ലാവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എൻ്റെ നന്ദുവിനെ എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നത്. അന്ന് ആ വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും കേട്ട വാർത്ത അവളുടെ മരണവാർത്ത ആയേനെ. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾ അന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഞാനും അന്ന് തന്നെ ജീവൻ ഒടുക്കിയേനെ. ഞങ്ങളുടെ പ്രണയം അത്രയ്ക്ക് പരിശുദ്ധമാണ്. അല്ലാതെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന പോലെ വെറും സമയം പോക്ക് മാത്രമല്ല. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സുകൊണ്ടാണ് ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദുവിന് എന്നെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മർദ്ദം മൂലമാണ് അവൾ എന്നെ ഇപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് പല വിവാഹാലോചനകളും വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അതൊക്കെ അവൾ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അവൾ ഇപ്പോഴും അഭിനയിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദേവാനിയാണെങ്കിലും പറയുന്നുണ്ട്, അനാമികയുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലെന്നുള്ളത് എനിക്കറിയാം മോനെ. അവളും അവളുടെ വീട്ടുകാരും ഫ്രോഡാണെന്നുള്ളതും എനിക്കറിയാം. ഇന്ന് വരെ ഈ കുടുംബത്തിൽ ആരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും ജയേട്ടനും അജയനും ഒക്കെ പറയുന്നത് അനാമികയെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് പിടിപിടിപ്പിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാക്കി മാറ്റിയെടുക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ നിന്ന് കളയണമെന്ന് അവരാരും പറയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ മോൻ ആ പ്രതീക്ഷ ഇനി വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ട്, വല്യമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തലയിലോട്ട് അതൊന്നും കയറില്ല വല്യമ്മേ. എൻ്റെ നന്ദു മാത്രമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. ഞാനൊരു മദ്യപാനി ഒന്നുമല്ല. പക്ഷെ അവൾ ഇനിയും എന്നെ ഇങ്ങനെ കാണാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഞാൻ സ്ഥിരമായ ഒരു മദ്യപാനിയായി പോകും വല്യമ്മേ. അവളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇനിയും മദ്യപിച്ച് വാഹനം ഓടിക്കും. അങ്ങനെ അവൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴെങ്കിലും അവളെ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അബി അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ, അവൻ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, രക്ഷയില്ല മോനെ, അവനെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല. നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവൻ്റെ മനസ്സ് മാറ്റി അനാമികയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറയാന്നുള്ളത്. അനാമിക കുറച്ചൊക്കെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ അവൻ്റെ മനസ്സ് കുറച്ചെങ്കിലും മാറിയേനെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ മോനെ. നന്ദു എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ജീവനാ. അവൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക അവള്. അവനിപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നായാലും ഒഴിവായി പോകും. അനാമികയെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടാതെ നന്ദുവിനെ മറ്റൊരു കല്യാണം കഴിപ്പിച്ച് വിടാൻ പോയാൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവൻ ഈ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ആഹാ, അവൻ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും അമ്മേ. അത്രമാത്രം അവൻ്റെ മനസ്സിൽ ഇപ്പം നന്ദുവിൻ്റെ സാമീപ്യം ഉണ്ടമ്മേ.
എത്ര പറഞ്ഞാലും അവൻ അതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. 3 ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചു. അവൻ അങ്ങോട്ടേക്ക് പോകുന്നു പോലുമില്ല. ഞാൻ എല്ലാവരോടും എന്ത് മറുപടി പറയും അമ്മേ? അഭിയെ ഇപ്പം ആ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാക്കി മാത്രം നിർത്തിയിരിക്കുകയാണ്. നവ്യ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവിടുന്ന് അനിയെ മാറ്റാത്തതിന്റെ കാരണം അനി അവിടെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാ. പക്ഷെ അവൻ ഇനിയും ഇങ്ങനെ പോകാനാണ് അവന്റെ തീരുമാനമെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റിയേ പറ്റത്തുള്ളൂ. അവിടെ ഇനി മാനേജർമാരെ മാത്രം നിയമിക്കേണ്ടി വരും. അവൻ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുന്നത്? അത് ബിസിനസ്സിനെ മൊത്തത്തിൽ ബാധിക്കുകയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശ്. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, മോനെ അത് അവൻ്റെ കുഴപ്പമല്ലല്ലോ. അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ നമ്മളെല്ലാവരും കാരണക്കാരല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ട് മോനെ. ശരിയാ, മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ പതിയെ പതിയെ എനിക്കും അതിലൊരു മാറ്റമൊക്കെ ഉണ്ടായി തുടങ്ങിയേനെ. പക്ഷേ എന്ത് ചെയ്യാനാമേ, മുത്തശ്ശനും പറഞ്ഞത് കേട്ടില്ലേ? മുത്തശ്ശൻ വാക്ക് മാറ്റി പറയണമെങ്കിൽ മുത്തശ്ശൻ മരിക്കണമെന്ന്. അതൊക്കെ കേട്ടാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ നയന ഇപ്പോഴും പറയുന്നത് നന്ദനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്നാണ്. അപ്പം ദേവാനിയാണെങ്കിലും പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളിൽ കിടപ്പെങ്കിൽ അനാമിക അധികം നാളൊന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ല. കള്ളങ്ങളുടെ ഒരു കൊട്ടാരം തീർത്തിട്ടാണ് അനാമിക ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് തന്നെ. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വഴിയെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റാത്തതും. അനി ഏത് നിമിഷവും അവളെ ഉപേക്ഷിക്കാൻ റെഡിയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായും നന്ദു വേണം അനാമികയുടെ സ്ഥാനത്ത് ഇങ്ങോട്ടേക്ക് വരാൻ എന്നിങ്ങനെ ദേവാനി പറയുന്നുണ്ട്. അപ്പം ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇങ്ങനെയൊന്നും അവിടെ പോയി പറയാൻ നിൽക്കണ്ട. ഒന്നാമത് അവൻ അനാമികയെ ഇഷ്ടമില്ല. അതിൻ്റെ കൂട്ടത്തിൽ അമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കൂടെ ചെയ്താൽ പിന്നെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ദേവാനി പറയുന്നുണ്ട്, ഇല്ല മോനെ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ അനി എനിക്ക് നിന്നെപ്പോലെ തന്നെയാ. അവൻ്റെ സങ്കടം കാണുമ്പോഴേക്ക് എനിക്ക് സഹിക്കാനും ആവുന്നില്ല മോനെ. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നന്ദുവിനെ തന്നെയല്ലേ? അത് തന്നെ നടന്നാൽ മതിയായിരുന്നു. അനാമികയുടെ സ്ഥാനത്ത് നന്ദുവാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നിരുന്നെങ്കിൽ അവൻ്റെ ജീവിതവും ഇപ്പം നിങ്ങളുടെ ജീവിതം പോലെ സന്തോഷത്തോടെ ഇരുന്നേനെ. ശരിയാമേ, അതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ അനാമിക എല്ലാവരെയും പറ്റിച്ച് നമ്മുടെ ആനയും പറ്റിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി കൂടിയത്. അതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. എല്ലാം നമ്മൾ ചെയ്ത തെറ്റ് തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. ഈ സമയത്ത് നയനയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താ അമ്മയും മോനും കൂടെ ഒരു ചർച്ച എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, അനിയുടെ കാര്യം പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് കേട്ടോ. അതെന്തിനാമേ ഇനി പറയുന്നത് എന്നിങ്ങനെ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അനിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പം അത് മാത്രമാണ് ഉള്ളൊരു പോംവഴി എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവേന ചോദിക്കുന്നുണ്ട്, അല്ല നയന മോളെ, നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ടേക്ക് നന്ദുവിനെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നത്? നീ അവളുടെ ചേച്ചിയല്ലേ? അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്കല്ലേ അറിയാവുള്ളൂ. മോൾ അന്ന് തന്നെ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അനിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു ചതി ഉണ്ടാവില്ലായിരുന്നല്ലോ. നന്ദു ഇപ്പം അനിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കണ്ടേനെ. നയന പറയുന്നുണ്ട്, അമ്മ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയായിരുന്നെങ്കിൽ അന്ന് ആ സംഭവത്തിൽ എങ്ങനെ പ്രതികരിച്ചേനെ? അതുപോലെ ആയിരിക്കും ഇപ്പം ഇവിടെയുള്ള ബാക്കിയുള്ളവരും. അമ്മയ്ക്ക് ഇപ്പം മാറ്റം വന്നു, ശരിയാണ്. മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ അമ്മേ. ഞങ്ങളെ 3 പേരെയും കൂടെ കാശിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത്. നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അനിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയാണ്. ഞാനും ആദർശേട്ടനുമൊക്കെ ഒരുപാട് തവണ അവനെ ഉപദേശിച്ചതാണ്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്ന പോലുമില്ല. ഇനി അമ്മ മാത്രമേ ഉള്ളൂ ആശ്രയമുള്ളൂ. ഈ വീട്ടിൽ അവന് ആകെ പേടിയുള്ളത് അമ്മയും മുത്തച്ഛനെയും മാത്രമാണ്. അതുകൊണ്ട് അമ്മയും മുത്തച്ഛനും പറഞ്ഞാലേ അവൻ അനുസരിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. ദേവയാനിയും പറയുന്നുണ്ട്, ഞാനും കുറേ അവനെ ഉപദേശിച്ച് നോക്കി മോളെ. പക്ഷെ ഒരു രക്ഷയുമില്ല. അവനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും അനാമികനെ പറഞ്ഞയച്ചിട്ട് നന്ദുവിനെ ഭാര്യയാക്കാനാണ് അവൻ്റെ പ്ലാനിങ് എന്നും നന്ദുവിനെ ഭാര്യയാക്കി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തന്നെയാണ് അവൻ്റെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.